ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് പറയുന്നതേ വിദ്യാഭ്യാസ ലോണിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത്, അതായത് ഒരു 3 വർഷം മുമ്പ് വിദ്യാഭ്യാസ ലോണിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കുറച്ച് പേര് ഇപ്പോൾ അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ്, അവിടെ ചേരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഫീസ് ഇല്ല കൊടുക്കാനായിട്ട്, അവിടെ ചേരാനുള്ള റാങ്കും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് കുറേ വന്നതുകൊണ്ടും, പിന്നെ കുറേ പേര് ഈ വിദ്യാഭ്യാസ ലോണിനെ പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ഉള്ള ആവശ്യം ഉന്നയിച്ചതുകൊണ്ടൊക്കെയാണ് ആ ഒരു ടൈമിൽ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഉള്ള കോളേജാണ്, ഒരു ജോലി ഉറപ്പാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പഠിക്കാനായിട്ട് പാരൻസിനെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല. അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പോലും പാരൻസിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അവരില്ലാത്ത പൈസ എങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കാനേ നോക്കുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സഹായം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ ലോൺ എടുക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും ചിലർ ചോദിച്ചു കണ്ടു. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുമ്പോൾ ഈ പല പലിശ വരുന്നുണ്ട്, പല ബാങ്കിന് പല പലിശയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്, അന്ന് കുറവ് പലിശ ഉണ്ടായിരുന്നത് കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ പോലുള്ള ബാങ്കുകളായിരുന്നു. ഓക്കെ, ഇന്ന് അത് തന്നെയാണോ എന്ന് അറിയില്ല അവസ്ഥ. നിങ്ങളതൊന്ന് അന്വേഷിച്ചിട്ട് മാത്രം എടുക്കുക. പിന്നെ ഇപ്പോൾ ചില ബാങ്കുകാർ നമുക്ക് കുറച്ചധികം സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടി വരും. ചിലവർ പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ തരും. അപ്പോൾ നോക്കുക, പലിശയിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവോ, അല്ലെങ്കിൽ ഹിഡൻ ചാർജസ് ഉണ്ട്. ഈ പെട്ടെന്ന് തന്നെ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഹിഡൻ ചാർജസ്, അതായത് ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ചാർജസുകളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ അത്യാവശ്യം ഈ പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ള കോളേജുകളിൽ പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ ലോണുകളൊക്കെ എടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സപ്ലി ഒന്നും വരുത്തരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് സാങ്ഷനാക്കി തരുമല്ലോ ചെയ്യണത്. നമുക്കൊരു എമൗണ്ട് ഇപ്പോൾ 4 ലക്ഷമാണോ 8 ലക്ഷമാണോ എന്നുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് ഓരോ ടൈമിലും ഫീസ് അടക്കേണ്ട സമയത്താണ് സാധാരണ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന ഒരു കോളേജൊക്കെ ആണെങ്കിൽ നമുക്ക് തരുന്നത്. ഇപ്പോൾ ചിലവർ ആദ്യത്തെ ഗഡു അടച്ചിട്ടുണ്ടാവും, കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് അടച്ചിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ആ ഒരു ടൈം ആകുമ്പോഴാണ് എന്നാൽ വിദ്യാഭ്യാസ ലോൺ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് ആ ഒരു അടച്ച എമൗണ്ടും കൂടി വേണം എന്നുണ്ടെങ്കിൽ, അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലോണാണ് ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ പറയണം. കാരണം ഈ ബാങ്കിലിരിക്കുന്ന ചില മനുഷ്യന്മാരില്ല, എല്ലാവരും ഇല്ല, അവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തരില്ല, പല കാര്യങ്ങളും നമുക്ക് തരില്ല കേട്ടോ. അത് നമ്മൾ ഒരു പക്ഷേ അവരുടെ ആ ഒരു ജോലി കൂടുതലിൻ്റെ കൊണ്ടാണെന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷേ ഒരു മനുഷ്യന്മാർ ചിലവർ, അതായത് നമുക്കറിയാലോ, ഈ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത്. പഠിക്കാനുള്ള ആഗ്രഹവും അതുപോലെ തന്നെ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടും കൊണ്ടാണ് നമ്മളൊരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ബാങ്കുകാർ സമീപിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ബാങ്കുകാരും അല്ല, അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും അല്ല. അവരുടെ ആ ഒരു പെരുമാറ്റങ്ങൾ പലതും, അല്ലെങ്കിൽ തരേണ്ട ഇൻഫർമേഷൻസ് പലതും പകുതി ബ്ലാങ്കാണ്. അത് കറക്റ്റായിട്ടൊരു കുട്ടി അല്ലെങ്കിൽ സാധാരണക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ബാങ്കിൻ്റെ ഫോർമാലിറ്റി ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവരോട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത സാധാരണക്കാരാണ് ഇതിന് ചുറ്റിൽ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ആദ്യത്തെ ഗഡു ഇപ്പോൾ കോളേജിലെ അഡ്മിഷൻ്റെ സമയത്ത് അടച്ചു, അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ഫീസ് തുടങ്ങിയാണ് വേണ്ടതെങ്കിൽ അത് അങ്ങനെ പറയാം. അതല്ല, നിങ്ങൾക്ക് ആദ്യം അടച്ച എമൗണ്ട് തുടങ്ങി വേണം എന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, അത് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ബാങ്കിൽ തന്നെ ചോദിക്കണം. ആദ്യം അടച്ച ഗഡുവും കൂടി ഉൾപ്പെടുത്തി നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയുള്ളത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചോദിക്കാം. പിന്നെ ചില ബാങ്കിൽ ചില ഫീസിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ കൊടുക്കേണ്ട വരും, ചെറിയൊരു എമൗണ്ട്, ചിലപ്പോൾ ഒരു 3000 അടുത്തൊക്കെ വരുന്ന ഒരു എമൗണ്ട് ചിലപ്പോൾ നമ്മൾ ചില കോളേജിലെ ഫീസുകളുടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ചില ബാങ്കുകളിൽ. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കണം, ഫുൾ എമൗണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇന്ന എമൗണ്ട് കുറവുണ്ടോ. ഇപ്പോൾ കിസാറ്റൊക്കെ ആണെങ്കിൽ പല ഫീസായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടി നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള എമൗണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇതിന് കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മൊത്തം എമൗണ്ട് ഇങ്ങനെ കിട്ടുകയല്ല ചെയ്യണത്. ഓരോ ടൈമിലും ഇപ്പോൾ ഒരു സെമ്മിൻ്റെ ഫീസ് അടക്കേണ്ട സമയമായി, ആ ഒരു ടൈമിൽ നമ്മൾക്ക് കോളേജ് ലാസ്റ്റ് ഡേറ്റ് പറയുമല്ലോ, അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കോളേജിൽ നിന്ന്
ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകണം. പിന്നെ ഫീസിൻ്റെ ആ ഒരു സ്ട്രക്ചർ അത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതുവരെ ലാസ്റ്റ് സെമ്മിൽ നമ്മൾക്ക് കിട്ടിയേക്കണ മാർക്കും അത്രയാണ് സാധാരണ പറയണത്. കൂടുതലായിട്ട് എന്തെങ്കിലും ആ ബാങ്ക് പറയുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ആ ഫീസ് ബാങ്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ പൊതുവേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സപ്ലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ ലോൺ കിട്ടാതിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരു സപ്ലിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് മട്ട്. പക്ഷേ നിങ്ങൾ സപ്ലികൾ വരുത്തരുത്. കാരണം നമ്മൾ ഈ വിദ്യാഭ്യാസ ലോൺ എടുക്കണം എന്തിനാ? ബുദ്ധിമുട്ടിക്കരുത് പാരൻസിനെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ, പാരൻസ് എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടോ നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നവരാണ് അല്ലേ. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ആ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലികൾ വരുത്തി പോന്നാൽ, കാരണം ഈ വർഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വളരെ പ്ലേസ്മെൻറ്റ് കുറവായിരുന്നു. സപ്ലി ഉള്ള ഒരു കുഞ്ഞിന് പോലും ഈ പ്ലേസ്മെൻറ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ചിലപ്പോൾ അപൂർവം 1-2 കോളേജ് മാത്രമാണ് അത് വളരെ ഇതിൽ സമ്മതിച്ചത്. സാധാരണ നമ്മൾ സീനിയേഴ്സൊക്കെ പറയും സപ്ലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിൽ ഇരിക്കാം. ചില കമ്പനികളും പറയാറുണ്ട് നിങ്ങൾ ആ ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ സപ്ലി ഇത്ര ദിവസത്തിനുള്ളിൽ, എത്ര മാസത്തിനുള്ളിൽ തീർത്താൽ മതി എന്നൊക്കെ ചില കമ്പനികൾ പറയാറുണ്ട്. പക്ഷേ ഈ വർഷം മുതൽ അങ്ങനൊരു സംഭവം ഇല്ല. ഏറ്റവും അതായത് പ്ലേസ്മെൻറ്റിൽ ഇരിക്കണമെങ്കിൽ സപ്ലി പാടില്ല. പ്ലേസ്മെൻറ്റിൽ ഇരുന്നാലേ നമ്മുടെ പെർഫോമൻസ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സപ്ലി വരുത്തരുത് കേട്ടോ. നമുക്ക് ഈ പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3rd ഇയർ ചിലപ്പോൾ ആദ്യം മുതൽ അല്ലെങ്കിൽ പകുതി മുതൽ ലാസ്റ്റ് ആകുമ്പോൾ തുടങ്ങിയൊക്കെ 4th ഇയർ ആവണേ മുമ്പ് തന്നെ നമുക്ക് ഈ പ്ലേസ്മെൻ്റ് ഉള്ള കോളേജുകൾ പ്ലേസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ സപ്ലിയൊക്കെ വരുത്തിയാൽ പ്ലേസ്മെൻറ്റിൽ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറയണ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഇപ്പോൾ ഞാൻ ഉഴപ്പിയാൽ ആ ഒരു ടൈമിൽ ഞാൻ ഇതൊക്കെ എഴുതിയെടുക്കും എന്നൊരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ യൂണിവേഴ്സിറ്റികളെ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും സപ്ലി എക്സാം നടത്തൂലെന്നേ, അതൊരു പ്രശ്നമാണ്. പല കാര്യങ്ങളുണ്ടാവും. അത് യൂണിവേഴ്സിറ്റിയെയും കുറ്റം പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഈ കിടക്കുന്ന സപ്ലി ഒന്നും എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നേ. അത് പഠിച്ചു പോരാൻ പറ്റും, സപ്ലി ഇല്ലാതെ പോരാനൊക്കെ പറ്റും കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കലണ്ടറൊക്കെ നോക്കിയിട്ടുണ്ടാകും. KTയുടെ കലണ്ടറാണെങ്കിലും ആദ്യത്തെ വർഷം വളരെ കുറച്ച്, ആദ്യത്തെ സെമ്മൊക്കെ കുറച്ച് സമയമുള്ളൂ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. അത് ഏറ്റവും എളുപ്പമുള്ള സെമ്മാണ്. നിങ്ങൾ +2 പഠിച്ച റിലേറ്റഡാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതൊക്കെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ CGPA വാങ്ങി പോരാനും ഒക്കെ ശ്രദ്ധിക്കുക, സപ്ലികൾ വരുത്താതിരിക്കുക. അപ്പോൾ ഈ പറയണ പോലെ നമുക്ക് കോളേജിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു എമൗണ്ട് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. ഈ പറയുന്ന കാര്യമാണ് നിങ്ങളോട് ഞാൻ മെയിനായിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ കൊടുക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി പറയുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നിങ്ങൾ ആദ്യത്തെ ഗഡു അടച്ച് കഴിയുമ്പോൾ തന്നെ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ നമ്മൾ വിദ്യാഭ്യാസ ലോൺ എടുക്കണത് എന്തിനാണ്? നമുക്ക് ആശ്വാസമായിട്ട് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചാൽ മതി എന്നുള്ളൊരു റിലാക്സേഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു സമയം പറയും ബാങ്ക്, ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ അടച്ചാൽ മതി എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ ആ ബാങ്കിലിരിക്കുന്ന ചില മനുഷ്യന്മാർ നിങ്ങളുടെ അടുത്ത് പറയാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യത്തെ ഗഡു എടുക്കൂലേ, ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവണ്ടോ? ഇപ്പോൾ ഒരു ആദ്യത്തെ ഗഡു എത്രയാണോ അതിൻ്റെ ഇൻട്രസ്റ്റ് വരും, രണ്ടാമത്തെ ഗഡു എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ ഓരോ ടൈമിലും ആ ഒരു ഫീസ് അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന പാസ്ബുക്കിൽ അതൊന്ന് പതിച്ച് പോരാ. അപ്പോൾ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് അങ്ങനെ അടിച്ചു പോരാ. മനസ്സിലാവണ്ടോ? അങ്ങനെ അടച്ചു പോരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും, അങ്ങനെ അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇങ്ങനെ ഒരു പലിശ വന്നുണ്ട് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അടക്കാൻ ചെല്ലുമ്പോൾ ഈ ബാങ്ക് പറയുവാണ് ഇത്രയും എമൗണ്ട്, നമ്മൾ എടുത്ത എമൗണ്ടിനെക്കാട്ടിയും വലിയൊരു എമൗണ്ട് പറയുവാണ് അടക്കാമെന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവണം ഇതിൻ്റെ ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ അത് ആദ്യം 1000 ആയിരിക്കും, പിന്നെ 1500, 2000, 2500 അങ്ങനെ നമുക്ക് കൂടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ വിദ്യാലക്ഷ്മി ലോൺ അല്ലാതെ, എഡ്യൂക്കേഷൻ ലോൺ അല്ലാതെ നമുക്ക് ഈ OBC കാറ്റഗറിയിലൊക്കെ വേറൊരു ലോൺ, അത് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ, അത് കുറച്ച് പാടാണ് ഇങ്ങനെ കിട്ടാനായിട്ട്, നമുക്ക് ഇതുപോലെ എളുപ്പമല്ല, ഇത്തിരി കൂടി പാടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ. പക്ഷേ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ ലോണിന് നമ്മൾ വിദ്യാഭ്യാസ ലോൺ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്
ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ അടച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന എമൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ആണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും പലിശ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ പലിശ, അതായത് വിദ്യാഭ്യാസ ലോണിൽ എനിക്ക് തോന്നുന്നു എല്ലാ ബാങ്കുകാർക്കുള്ളൊരു പ്രശ്നമാണ്. അവർ ഇത്ര പലിശ എന്ന് പറഞ്ഞാലും പിന്നീട് നമ്മൾ നടക്കുന്ന സമയത്ത് ആ പലിശ എത്രയാണോ ആ പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടെന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബാങ്കായിട്ട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതും ഒക്കെ. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക് യു.